ഇറാഖിൽ US ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. ജോർദാനിലെ സൈനികരെ കൊന്നതിനുള്ള തിരിച്ചടിയാണിതെന്ന് പെന്റഗൺ പറഞ്ഞു. അതേസമയം വെടിനിർത്തലിനുള്ള ഹമാസിന്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു ഇസ്രായേൽ ഇന്ന്. മധു കൊട്ടാരക്കര ചേരുന്ന വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് SK. ഇറാഖിൽ US സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടു. ജോർദനിലെ US സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പിന്നിലെ ഒരു ബുദ്ധി കേന്ദ്രമായിരുന്നു ഈ കൊല്ലപ്പെട്ടയാളെന്ന് പെന്റഗൺ പറയുകയുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ 2 മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായുള്ള ഒരു വാർത്ത ഹിസ്ബുള്ള ഗ്രൂപ്പും അതുപോലെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്പും പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോൺ ആക്രമണം അമേരിക്കയുടെ അതിക്രമമെന്ന് ഇറാഖ് സെക്യൂരിറ്റി സർവീസ് വക്താവ് മേജർ ജനറൽ തഹ്സീൻ കർഫാജി പറയുകയും ചെയ്തു. ഇറാഖിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ഈ മേഖലയിൽ സംഘർഷാവസ്ഥ വളർത്തുകയും ഒക്കെയാണ് അമേരിക്ക ഇതിലൂടെ ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ബാഗ്ദാദിലെ തെരുവീതികളിലൊക്കെ അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി കുറെ പ്രകടനങ്ങളും നടന്നിരുന്നു. ഇനി ഒരിക്കലും ഫംഗ്ഷൻ ചെയ്യാത്ത വിധം ലക്ഷ്യമിട്ട 85 കേന്ദ്രങ്ങളിൽ 80-ൽ പരം എണ്ണം പൂർണ്ണമായും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായി പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് എസ് റൈഡറിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. അതേസമയം SK, വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമായി ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ഹമാസിന്റെ ആവശ്യങ്ങൾ വെറും വ്യാമോഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഹമാസിന്റെ സമ്പൂർണ്ണ തകർച്ചയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തന്റെ അജണ്ടയിൽ ഇല്ല എന്നും പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിലുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്റെ പ്രതീക്ഷ ഇനിയും കൈവിട്ടിട്ടില്ല. വിട്ടുവീഴ്ചകളിലൂടെ ഒരു ഒത്തുതീർപ്പിന് ഇനിയും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. SK. താങ്ക് യു, മധു കൊട്ടാരക്കര.